السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന നമ്മുടെ ഷഹാദത്തിനെ കുറിച്ചാണ്, ആ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് അതോടൊപ്പമുള്ളതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്ന് ഉള്ളൂ. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ ഒരാൾ വിജയിച്ചു, അയാൾ സ്വർഗത്തിലാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം എവിടെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കൂടി ഉണ്ടായാലേ ശരിയാവുകയുള്ളൂ, എങ്കിലേ ഒരാൾ വിജയിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ നോക്കൂ, ആ ഷഹാദത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ഒരാൾ ചെയ്യണം. എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിച്ചത്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കാതെ ഒരാൾക്കും പരലോകത്ത് രക്ഷപ്പെടുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ മനുഷ്യർ രണ്ടായി വേർതിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ആ നബിയിൽ വിശ്വസിച്ചവർ, രണ്ട് ആ നബിയിൽ വിശ്വസിക്കാത്തവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള മുസ്ലിമിന്റെ സഹീഹിലെ ഹദീസിൽ നമുക്ക് കാണാം, لا يسمع بي أحد من هذه الأمة يهودي ولا نصراني ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. لا يسمع بي أحد من هذه الأمة يهودي ولا نصراني. യഹൂദിയോ നസറാനിയോ ആയ ഈ സമുദായത്തിൽപ്പെട്ട ആരാകട്ടെ, അവൻ എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് ഞാൻ ഏതൊരു ദീനുമായി നിയോഗിക്കപ്പെട്ടോ അതിൽ വിശ്വസിക്കാതെ മരണപ്പെടുകയും ചെയ്താൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും. നസ്അലുല്ലാഹി അൽആഫിയ വസ്സലാമ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദുഹു. നബിയിൽ ആര് വിശ്വസിക്കുന്നില്ലയോ അവന്റെ സങ്കേതം നരകമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കാതെ നബി നിയോഗിക്കപ്പെട്ടതിനു ശേഷം ഒരാൾക്കും ആ നബിയെ പിൻപറ്റാതെ രക്ഷയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക്, സ്വർഗത്തിലേക്കുള്ള വഴി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴി മാത്രമാണ്, മറ്റൊരു വഴിയില്ല. മറ്റൊരു വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയേയില്ല. നിങ്ങൾ നോക്കൂ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനുള്ള തെളിവുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ മറ്റുള്ള മുഴുവൻ നബിമാരുടെ സത്യസന്ധതയ്ക്ക് നിശ്ചയിച്ച അള്ളാഹു ഏർപ്പെടുത്തിയ തെളിവുകളെക്കാൾ അധികമാണ്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നബി നിയോഗിക്കപ്പെട്ടാലും അള്ളാഹു ആ നബി സത്യമാണ് പറയുന്നത്, അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണിത് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, ആളുകൾക്ക് ബോധ്യമാകാൻ സഹായിക്കുന്ന തെളിവുകൾ അള്ളാഹു നിശ്ചയിക്കാതെ ഒരു നബിയെയും റബ്ബ് നിയോഗിച്ചിട്ടില്ല. നോക്കൂ, എങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്, അവിടുന്ന് അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവുകൾ പോലെ മറ്റൊരു നബിക്കും അത്ര തെളിവുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ യഥാർത്ഥ റസൂലാണ് എന്നത് ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നാണ്. ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണത്. കാരണം ഒരു നബിയാണ് എന്ന് പറഞ്ഞ് വരിക ഒന്നുകിൽ മനുഷ്യരിൽ ഏറ്റവും മോശക്കാരനായ ഒരാളായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും പരിശുദ്ധനായ, ഏറ്റവും സത്യസന്ധത നിറഞ്ഞ ആളായിരിക്കും. അതുകൊണ്ടൊരു കള്ള പ്രവാചകനെയും യഥാർത്ഥ നബിയെയും വേർതിരിക്കുക ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ് എന്നാണ്. കാരണം അത് വാദിക്കുക ഒന്നുകിൽ ഏറ്റവും മോശക്കാരനായ ഒരാളായിരിക്കും, അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂൽ, അവരെ പോലെ പരിശുദ്ധരായ മറ്റാരുണ്ട് അള്ളാഹുവിന്റെ നബിമാരെ പോലെ? നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെട്ടപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നബിയിൽ വിശ്വസിക്കാൻ ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തുന്ന എത്ര തെളിവുകളാണ് അള്ളാഹു ഏർപ്പെടുത്തിയത്. നബിയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ എത്ര തവണയാണ് ഭക്ഷണം വർദ്ധിപ്പിക്കപ്പെട്ടത്, വെള്ളം വർദ്ധിപ്പിക്കപ്പെട്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അതിന് സാക്ഷിയാണ് എന്നതുപോലെ നബിയുടെ എതിരാളികൾ അതിന് സാക്ഷിയാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു യാത്രക്കിടയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായി. രണ്ട് സഹാബിമാർ വെള്ളം അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുകയാണ് ഒട്ടകപ്പുറത്തൊരു മുശ്രിക്കത്തായ ഒരു സ്ത്രീ വെള്ളവുമായി വരുന്നു. അവർ ചോദിച്ചു, എവിടെ നിന്നാണ് വെള്ളം കിട്ടിയത്? ആ സ്ത്രീ പറഞ്ഞു, ഇന്നലെ ഇതേ സമയം ആണ് എനിക്ക് വെള്ളം കിട്ടിയത്, അത്രയും ദൂരമുണ്ട്. അവർ പറഞ്ഞു, നടക്കൂ. എങ്ങോട്ടേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എത്തി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ അത് ആ വെള്ളത്തിൽ ബറക്കത്ത് ലഭിക്കുക. ഒരുപാട് പേർ നബിയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ അന്ന് അവിടെ ഉണ്ട്. അവർക്കെല്ലാം ആവശ്യത്തിന് വെള്ളം തികയുന്നു. എന്നിട്ട് ഈ സ്ത്രീക്ക് അവരുടെ വെള്ളമാകട്ടെ ഒട്ടും കുറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഭക്ഷണവും മറ്റും ഈ വെള്ളം എടുത്തതിന് പകരമായി നൽകാൻ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ നോക്കൂ, നിന്റെ വെള്ളം ഒട്ടും കുറഞ്ഞിട്ടില്ല. ആ സ്ത്രീ തന്റെ ഖൗമിന്റെ അരികിലേക്ക്, മുശ്രിക്കുകളായ ആളുകളുടെ അരികിലേക്ക് ചെന്നു. അവർ ചോദിച്ചു, എവിടെ പോയിരുന്നു നീ, എന്താണ് വൈകിയത്? ആ സ്ത്രീ പറഞ്ഞു, അൽ അജബ്, അത്ഭുതം, ഞാൻ ഇപ്പോൾ കണ്ട കാഴ്ച അതെന്താണ്? ഒന്നുകിൽ അദ്ദേഹം അസ്ഹറു മിൻ ബൈനി ഹാദാ വഹാദാ, ഒന്നുകിൽ ആകാശത്തിനും ഭൂമിയിലും ഇടയിൽ ഏറ്റവും വലിയ സാഹിറാണ് ഞാൻ കണ്ടയാൾ, ഔ ഇന്നഹു ലറസൂലുള്ളാഹ്, അല്ലെങ്കിൽ അവിടുന്ന് അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, പിന്നീട് യുദ്ധം നടക്കുകയാണ്. ഈ സ്ത്രീ ഉൾപ്പെടുന്ന ആ ഗോത്രത്തിൽ അവിടേക്ക് മുസ്ലിമീങ്ങളുടെ സൈന്യം വരുന്നില്ല. ബാക്കി ഗോത്രങ്ങളുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ആ സ്ത്രീ അവരോട് പറഞ്ഞു, നിങ്ങളെ അവർ വിടുന്നത്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്തത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫഹൽ ലക്കും ഫിൽ ഇസ്ലാം, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? അവർ മുഴുവൻ, ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുക. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് ഈ സംഭവം കാണാം. ഇത് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടായ അനേകം സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമായ അത്ഭുതങ്ങൾ എത്രയാണ്. ഖതറബത്തി സ്സാഅതു വൻശഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇനും മിഅ്റാജിനും പോയി. മസ്ജിദുൽ അഖ്സ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവർക്ക് മസ്ജിദുൽ അഖ്സ വിവരിച്ചു കൊടുക്കുകയാണ്. അവരത് ശരിവെക്കുകയാണ്. അവരിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരണം ശരിയാണ് എന്ന് പോയി വന്നവർ പറയുകയാണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ ആകാശത്ത് ഒരു മേഘത്തിന്റെ കഷ്ണം പോലുമില്ല. പക്ഷെ എങ്ങു നിന്നറിയാതെ മേഘങ്ങൾ വരുന്നു, മഴ പെയ്യുന്നു, താടി നനഞ്ഞു കുതിർന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയത്. അടുത്ത ആഴ്ച അതാ മഴ കൊണ്ട് പ്രയാസം ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന് തുടങ്ങിയ ദുആ. മഴ മാറുന്നു, മേഘം മാറുന്നു, മദീന ഒരു പാത്രത്തിന്റെ അതിന്റെ വായ പോലെയാകുന്നു. അവിടെ മാത്രം മഴയില്ല. സല്ലല്ലാഹു ദുആയിലുള്ളതുപോലെ ചുറ്റും മഴ. പുറത്തുനിന്ന് വരുന്നവർക്ക് മഴയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദുആകൾ സ്വീകരിക്കപ്പെട്ടത്, അവിടുത്തെ പ്രവചനങ്ങൾ അതുപോലെ പുലർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരം അതൊന്ന് അകലേക്ക് മാറിയപ്പോൾ ഈത്തപ്പന തടി കരഞ്ഞത് സഹാബത്ത് കേൾക്കുകയാണ്, ചെറിയ കുഞ്ഞ് കരയുന്നത് പോലെ. ഉഹുദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബിമാർ അതിന്റെ പുറത്ത് കയറിയപ്പോൾ വിറച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്ബുത്, നീ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ അത് അടങ്ങിയത്. എല്ലാറ്റിനും അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഈ ഖുർആൻ എന്നും നിലനിൽക്കുന്ന അത്ഭുതം, ഒരാൾക്കും അതുപോലുള്ളത് കൊണ്ടുവരാൻ സാധിക്കാത്ത, കൊണ്ടുവരൂ എന്ന് റബ്ബ് വെല്ലുവിളിച്ച് ആർക്കും ഏറ്റെടുക്കാൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ ഖുർആൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ, അത് തന്നെ അവിടുന്ന് അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവാണ്. നുബുവത്തിന് മുമ്പുള്ള ജീവിതവും നുബുവത്തിന് ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും. നുബുവത്തിന് മുമ്പ് അവിടുന്ന് ഏറ്റവും സത്യസന്ധരായിരുന്നു, വിനയമുള്ളവരായിരുന്നു. ശേഷവും അതാ ജീവിത വിരക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അധികാരം കയ്യിൽ വന്നപ്പോഴും നാടുകൾ കീഴിലായപ്പോഴും സഹായികളും അനുയായികൾ ഏറിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് മാറ്റമില്ല. അവിടുത്തെ സത്യസന്ധതക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനോട് കാണിച്ച അകൽച്ചക്കോ അതിൽ നിന്ന് അല്പം മാത്രം മതിയാക്കിയതിനോ മാറ്റമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയുടെ വീട്ടിൽ അതാ ഞങ്ങൾ ഹിലാൽ കാണും, അടുത്ത മാസം പിന്നെയും ഹിലാൽ, പിന്നെയും ഹിലാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അതാ നബിയുടെ പടയെങ്കി പണയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ പദാർത്ഥത്തിന് പകരം പടയെങ്കി പണയം വെച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരത്തിനോ ദുനിയാവിനോ വേണ്ടിയായിരുന്നു നുബുവത്ത് വാദിച്ചത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനിങ്ങനെ ജീവിക്കണം? നോക്കൂ, അതുപോലെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മത്തിനെ സഹായിച്ചത് അവിടുന്ന് റബ്ബിന്റെ റസൂലാണ് എന്നതിനുള്ള തെളിവാണ്. അല്ലാഹു ഖുർആനിൽ പലതവണ ആവർത്തിച്ചു പറഞ്ഞതുപോലെ വക്കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അല്ലാഹു തന്നെ മതി. അല്ലാഹുവിന്റെ പേരിൽ അവന്റെ നബിയാണ് എന്ന് കളവ് പറഞ്ഞ ഒരാളെ അള്ളാഹു ഒരിക്കലും വെറുതെ വിടുകയില്ല. ദുനിയാവിൽ തന്നെ അപമാനവും പരാജയവും നിന്ദതയും നൽകാതെ അള്ളാഹു വെറുതെ വിടുകയില്ല. കള്ള പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രം എടുത്തു നോക്കൂ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയത് പടിപടിയായ വിജയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കൺകുളിർക്കെ കണ്ടിട്ടാണ്. നബിയുടെ പ്രിയപ്പെട്ട സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ആ മഹാനായ ഇമാമിനെ മുന്നിൽ നിർത്തി നിസ്കരിക്കുന്നത് നിറഞ്ഞ ചിരിയോടെ കണ്ട ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹു നൽകിയ വിജയം, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് നോക്കൂ, ഒരു യഹൂദിക്കോ നസ്രാനിക്കോ പഴയകാല നബിമാരിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ റിസാലത്തിനെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ബാക്കിയുള്ള നബിമാരിൽ അവൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, എന്താണ് ആ നബിമാരുടെ തെളിവുകൾ, അതിന്റെ അപ്പുറത്ത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ റിസാലത്തിന് തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ അനുയായികൾ, നബിയെ പിൻപറ്റുന്ന ഉമ്മത്ത് ആ നബിയുടെ സത്യസന്ധതക്കുള്ള തെളിവാണ്. നോക്കൂ, ഒരാളുടെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം, അത് പരിശോധിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, അതിനുവേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, നബിയുടെ ഒരു വാക്കിൽ നിന്ന് അതിലെ ഗുണപാഠങ്ങൾ, അതിലെ കർമ്മശാസ്ത്ര പാഠങ്ങൾ, അതിലെ വിശ്വാസ പാഠങ്ങൾ, അതിലെ സ്വഭാവ പാഠങ്ങൾ, അതിലെ ആദാബുകൾ, സംസ്കാരങ്ങൾ, അത് വേർതിരിക്കാൻ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ,
ഇതെല്ലാം നോക്കൂ, ഈ കാണുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഒരേ ഒരു ആളുടെ, ഒരേ ഒരു വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും മാത്രം മുൻനിർത്തിയിട്ടുള്ളതാണ്. ലോകത്തിങ്ങനെ ആർക്ക് കാണിച്ചു തരാൻ സാധിക്കും? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞു. ഇന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വശത്തേക്ക് തലചരിച്ചു വെച്ച് കിടന്നുവോ അതുപോലെ കിടക്കാൻ, അത് പഠിക്കുന്ന, അത് പാലിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാലാദ്യം എടുത്തു വെച്ചോ, എന്തു പറഞ്ഞോ, തിരിച്ചു വരുമ്പോൾ ഏത് കാലാദ്യം എടുത്തു വെച്ചോ, എന്തു പറഞ്ഞോ, അത് പഠിക്കുന്ന, അത് പിൻപറ്റുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, എവിടെ ഇങ്ങനെ ഒരു നേതാവിനെ ആർക്ക് കാണിച്ചു തരാൻ സാധിക്കും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിനുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീൻ നബിയുടെ സത്യസന്ധതക്കുള്ള തെളിവാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് പഠിപ്പിക്കാത്ത ഏത് കാര്യമുണ്ട്? മനുഷ്യരുടെ വിജയത്തിന്, അവരുടെ വിമോചനത്തിന്, ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിന്, അവരുടെ വിശ്വാസം നേരെയാകാൻ, അവരുടെ കർമ്മങ്ങൾ നേരെയാകാൻ, അവരുടെ സാമ്പത്തിക ലൈംഗിക വിശുദ്ധി എല്ലാം പാലിക്കപ്പെടാൻ, കുടുംബം നന്നായി അതിന്റെ സ്നേഹത്തോടെ ഊഷ്മളമായ ബന്ധത്തിൽ നിലനിൽക്കാൻ, ഭരണാധികാരികളും ഭരണീയരും തമ്മിലുള്ള ബന്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം. നോക്കൂ നിങ്ങൾ, ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ വിട്ട കാര്യമേതുണ്ട്? നിങ്ങൾ നോക്കൂ, ഇതുപോലുള്ളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ, ഒരു സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ, അതിന് നിയമാവലി ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അവരതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ കൂടിയിരുന്നു, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, അത് വീണ്ടും പരിശോധിച്ചു, തിരുത്തലുകൾ വരുത്തി, അതുമായി സ്ഥാപനം മുന്നോട്ട് പോകും. കുറച്ചു കഴിഞ്ഞാൽ ഇത് പോരാ എന്ന് പറഞ്ഞ് മാറ്റും, ചിലപ്പോൾ അടിമുടി മാറ്റി പുതിയതൊന്ന് കൊണ്ടുവരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് പഠിപ്പിച്ച ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്ക് മതിയായതാണ്, അവരെ നന്നാക്കാൻ പോകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീൻ അവിടുന്ന് അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നുബൂവത്തിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ഈ ഷഹാദത്ത് ഊട്ടി ഉറപ്പിച്ചുകൊള്ളുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉറച്ചു വിശ്വസിക്കുന്നവനായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഒരുവൻ പരാജിതനായി, അവൻ നശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിലോ റിസാലത്തിലോ ഒരു സംശയത്തിന്റെ തരി അവന്റെ ഹൃദയത്തിലുണ്ടായാൽ, അതുണ്ടാക്കാൻ ഇന്ന് ഒരുപാട് പിശാചിന്റെ അനുയായികളും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൽ സംശയമുണ്ടാക്കാൻ ഒരു മുഅ്മിനിന് ഒരിക്കലും അതുണ്ടായിക്കൂടാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും നീ പഠിച്ചുകൊണ്ടിരിക്കൂ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കൂ. നിനക്കത് സാധ്യമല്ല. അതായത് ഈ ദീനിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുകയില്ല. കൈഫ തക്ഫുറൂന ബില്ലാഹി, അല്ലാഹു പറഞ്ഞതുപോലെ വകൈഫ തക്ഫുറൂന വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹി വഫീക്കും റസൂലുഹു വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. എങ്ങനെ നിങ്ങൾ അവിശ്വാസികളായി പോകും? വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ, വഫീക്കും റസൂലുഹു, അവന്റെ റസൂൽ നിങ്ങളിൽ ഉണ്ടായിരിക്കെ, ആര് റബ്ബിനെ മുറുകെ പിടിച്ചുവോ, റബ്ബിൽ അവലംബം അർപ്പിച്ചുവോ, ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിച്ച് നമ്മുടെ ഹുദ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സഹോദരങ്ങൾ ആമുഖമായി എനിക്ക് പറയാനുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള നമ്മുടെ വിശ്വാസം വിജയത്തിലേക്കുള്ള വഴിയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറ അല്ലാഹ കസീറ. അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്, വൽ യൗമൽ ആഖിർ, പരലോകം പ്രതീക്ഷിക്കുന്നത്, വദക്കറ അല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നത് അവർക്ക്. പഠിക്കുക പ്രിയമുള്ളവരെ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് പറയുന്ന നമ്മൾ അറിയണം. ആ ഷഹാദത്ത് ഒരുവൻ സാക്ഷ്യം വഹിച്ചാൽ അവന് അനിവാര്യമായി തീരുന്ന, നിർബന്ധമായും അവനിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ അതിന് മുഖ്തബ ഷഹാദത്തി അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് കാണാം. ആ ഷഹാദത്തിന്റെ അനിവാര്യ താല്പര്യങ്ങൾ, ഇതിലൊന്നാണ്
തസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളും അതുപോലെ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം അത് പ്രവർത്തിക്കുക. ത്വാഅതുഹു ഫീമാ അമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ നബിയെ അനുസരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് വജ്തിനാബു മാ നഹ അൻഹു വസജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന്. നാലാമത്തെ കാര്യമാണ് അല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചോ അതുപോലെ മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന്. നോക്കൂ, ഇതാണ് നമ്മുടെ ഷഹാദത്ത്, അതിൻ്റെ അനിവാര്യ താല്പര്യങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിൽ വിശ്വസിക്കണം. അത് കഴിഞ്ഞുപോയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ഉദാഹരണത്തിന് ആദം അലൈഹിസ്സലാമിനെ പടച്ചതും അല്ലാഹു റബ്ബുൽ ആലമീൻ മുൻകാലങ്ങളിൽ നബിമാരുടെ ചരിത്രമായി പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിവരണമായി പറഞ്ഞതുമായ കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, അന്ത്യനാൾ, അതിൻ്റെ അടയാളങ്ങൾ, സ്വർഗനരകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ നബിയെ അനുസരിക്കുക. അതിലാണ് എല്ലാ വിജയമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയോ നീ അത് ഉപേക്ഷിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്, അത് നീ ചെയ്യരുത്. കാരണം എന്താണ്? അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ഇത് നബിയാണെന്നറിയാതെ പറഞ്ഞു, എനിക്കുണ്ടായ പ്രയാസം നിങ്ങൾക്കുണ്ടായില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി ആളുകൾ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു, ഇന്നഹു ലറസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഞാൻ അറിയാതെ പറഞ്ഞതാണ്, എനിക്ക് ആളെ മനസ്സിലായില്ല എന്ന് വന്ന് അവരുടെ ഒഴിവ് കഴിവ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് പഠിപ്പിച്ചത്, ഇന്നമ സബറു ഇൻദ സദ്മത്തിൽ ഊല, ആദ്യത്തെ പ്രഹരമേൽക്കുന്ന സമയത്താണ് ക്ഷമിക്കേണ്ടത്. അഥവാ ഒരു മുസീബത്തുണ്ടായാൽ അപ്പോഴാണ് യഥാർത്ഥ ക്ഷമ. പിന്നെ ഉള്ളത് എല്ലാവരും ക്ഷമിക്കും, അത് എല്ലാവരും ക്ഷമിച്ചേ പിന്നെ വഴിയുള്ളൂ. പിന്നെ അതുമായി പൊരുത്തപ്പെട്ടു പോവുകയല്ലാതെ വഴിയില്ല. സബർ, യഥാർത്ഥ സബർ എപ്പോഴാണ്? ആ ഏൽക്കുന്ന ആ സമയത്ത് പിടിച്ചു വെക്കുക, ഹൃദയത്തെ പിടിച്ചു വെക്കുക, നാവിനെ മോശമായത് പറയുന്നതിൽ പിടിച്ചു വെക്കുക, സഹിക്കുക, അവിടെയാണ് സബർ. ഇവിടെ നോക്കൂ, ആ സ്ത്രീയോട് ആളുകൾ പറഞ്ഞ വാക്ക് ഇന്നഹു ലറസൂലുള്ളാഹ്. നീ പറഞ്ഞത് ആരോടാണ്? അല്ലാഹുവിന്റെ റസൂലിനോടാണ്. ഇന്നഹു ലറസൂലുള്ളാഹ്, ഈ വാക്ക് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് വാക്ക് നമ്മുടെ മുന്നിൽ വന്നാലും, നബി വിലക്കിയ ഏത് കാര്യം വന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവും ഇന്നഹു ലറസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ ദൂതരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. നബി വിലക്കിയാൽ അത് ഉപേക്ഷിക്കുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത പുതിയ ഇബാദത്തുകൾ, പുതിയ വിശ്വാസം, പുതിയ ഒരു സൽക്കർമ്മം അങ്ങനെ ഒന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മറ്റൊരു റിവായത്തിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത വല്ല കാര്യവും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു, സ്വീകരിക്കാവതല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ ദീനിലില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവർത്തനം വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാകും. നോക്കൂ, അത് ഒരാൾ പുതുതായി ഉണ്ടാക്കിയാലും, ഇനി വേറൊരാൾ അത് പുതുതായി ഉണ്ടാക്കിയതല്ല, വേറൊരുത്തൻ ചെയ്യുന്നത് കണ്ടു ചെയ്തതാണ്, എന്തായാലും ശരി, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടത്. അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബിയിലൂടെ റബ്ബ് ഈ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി പുതുതായി ആരും ദീൻ ഉണ്ടാക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എല്ലാ ഖൈറും പഠിപ്പിച്ചു തന്നു, എല്ലാ ഷർറിൽ നിന്നും ഞാൻ നിങ്ങളെ വിലക്കി. പിന്നെ ഒരാൾ പുതിയ ഒരു കാര്യം ഖൈറാണെന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അതിലൂടെ അയാൾ അറിഞ്ഞോ അറിയാതെ എന്തു പറയുന്നു? ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ ഈ ഒരു ഖൈർ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയായിട്ടില്ല, അതിൽ ഇനിയും ചേർക്കാനുണ്ട്. ഇങ്ങനെ വളരെ അപകടം പിടിച്ച വാദങ്ങളിൽ ബിദ്അത്തുകാരൻ അറിഞ്ഞോ അറിയാതെ എത്തിച്ചേരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ ബിദ്അത്തുകൾക്കെതിരിൽ, ദീനിലെ പുത്തനാചാരങ്ങൾക്കെതിരിൽ താക്കീത് ചെയ്തത്. അവിടുത്തെ പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ കുല്ല ബിദ്അത്തിൻ ളലാല കുല്ല ളലാലത്തിൻ ഫിന്നാർ, ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്നതെല്ലാം ബിദ്അത്താണ്, അതെല്ലാം ദുർമാർഗമാണ്, അതെല്ലാം നരകത്തിനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയത്തുകളിൽ ഒന്നിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ എന്ത് ചെയ്യുക, വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല കുല്ല ളലാലത്തിൻ ഫിന്നാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം വരെ ഈ കാര്യങ്ങൾ ഓർക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, അതുപോലെ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അനുസരിക്കുക, അവിടുന്ന് വിലക്കിയത് ഉപേക്ഷിക്കുക. അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. നിങ്ങൾ നോക്കൂ, നമ്മുടെ 2 ഷഹാദത്തുകളുടെ താല്പര്യമാണ് നമ്മളോ നമ്മുടെ മക്കളോ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. നമ്മുടെ ഏത് അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ 2 നിബന്ധന പൂർത്തിയായിരിക്കണം. ഈ 2 ഷഹാദത്തുകളുടെ താല്പര്യമാണ്. ഒന്ന്, ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം പ്രവർത്തനം. വലിയ ശിർക്കുണ്ടായിക്കൂടാ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർക്കുക പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന, ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്ന വലിയ ശിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെതിരാണ്, ഇഖ്ലാസിനെതിരാണ്. അതുപോലെ ചെറിയ ശിർക്ക് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം, അത് മാത്രം ലക്ഷ്യമാക്കി ചെയ്യേണ്ടത് ദുനിയാവിന് വേണ്ടി ചെയ്യുക, ഇതുപോലുള്ളത് ഇഖ്ലാസിനെതിരാണ്. അത് ചെറിയ ശിർക്കിന്റെ ഗണത്തിൽ വരും. അത് ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, പക്ഷെ ആ ചെയ്ത പ്രവർത്തനം ബാത്തിലാണ്, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. അപ്പൊ നോക്കൂ, അവൻ തൗബ ചെയ്തില്ല എങ്കിൽ പൊറുക്കപ്പെടാത്ത പാപമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടേ അവൻ സ്വർഗത്തിൽ പോകൂ എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഗൗരവകരമായ കാര്യമാണ് ചെറിയ ശിർക്ക്. ഇതില്ലാതെ ഇഖ്ലാസോടെ അള്ളാഹുവിനെ ഇബാദത്ത്, അള്ളാഹുവിന് വേണ്ടി മാത്രം. രണ്ടാമത്തെ നിബന്ധന എന്താണ്? ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യുക. രണ്ടിലേതെങ്കിലും ഒന്ന് പോയാൽ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഏതെങ്കിലും ഒന്ന് പോയാൽ, രണ്ടും ഉണ്ടായേ പറ്റൂ. ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു, ഒരു സദഖ നൽകുന്നു, പക്ഷെ അവന്റെ ഉദ്ദേശം ആളുകളെ കാണിക്കുക എന്നതാണ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ, കൽപ്പിച്ചതല്ലേ, പ്രോത്സാഹിപ്പിച്ചതല്ലേ, വലിയ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞതല്ലേ ആണ്. പക്ഷെ അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? ഖലാസ് ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിനോട് അത് പൂർണ്ണമായി യോജിച്ചിട്ടില്ല. ഇനി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരാൾ ആഘോഷിക്കുകയാണ്. എന്താണ് അവന്റെ ലക്ഷ്യം? അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ട് മാത്രം, വേറൊരു ലക്ഷ്യം അവനില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഇബാദത്താണ്. നോക്കൂ, അത് ബിദ്അത്താണ്. അതുകൊണ്ട് റബ്ബ് സ്വീകരിക്കുകയില്ല. 2 നിബന്ധനയും യോജിച്ചാലേ അള്ളാഹു സ്വീകരിക്കും. സഹോദരങ്ങളെ, ഇത് പഠിച്ചു വച്ചാൽ, നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ, ഇത് പാലിച്ചാൽ വിജയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നമ്മുടെ ഷഹാദത്തിന്റെ താല്പര്യം അതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന്റെ താല്പര്യം. എത്ര എളുപ്പമുള്ള ദീനാണ് നമ്മുടെ ദീൻ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നോക്കൂ, നമ്മുടെ ഈ ഷഹാദത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നമ്മുടെ ഷഹാദത്തിനോട് യോജിക്കാത്ത ധാരാളം പിഴച്ച വാദങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണ അതിനെ എന്തോ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വെക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ശരിയല്ല. കാരണം അള്ളാഹുവിനെ അനുസരിക്കണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കാത്തവൻ ളലാലത്തിലാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. മയ്യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവൻ അവൻ അങ്ങേയറ്റത്തെ വഴികേടിലായി പോയിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവരൊഴികെ. സഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരാണ് വിസമ്മതിച്ചവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ ആരനുസരിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, എന്നെ ആര് ധിക്കരിച്ചോ അവനാണ് വിസമ്മതിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അല്ലാഹുവിന്റെ വഹ്യാണ്, അല്ലാഹുവിന്റെ വഹ്യാണ്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതുപോലെയാണ്. റബ്ബിന്റെ വഹി മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി ഒരു കാര്യം ഹലാലാക്കിയാൽ അത് അള്ളാഹു ഹലാലാക്കിയതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഹറാമാക്കിയത്. കാരണം നബി പറയുന്നത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചു മാത്രമാണ്. എന്താണ് തെളിവ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്തു നജ്മിൽ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വാഭിഷ്ടം അനുസരിച്ച് സംസാരിക്കുകയില്ല, മറിച്ച് അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രമേ സംസാരിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ വിശദീകരിച്ചത് റബ്ബിന്റെ വഹി അനുസരിച്ചാണ്. അള്ളാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, താങ്കൾക്ക് നാം ഈ ദിക്ർ അവതരിപ്പിച്ചിരിക്കുന്നു, ലിതുബയ്യിന ലിന്നാസ്, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅ. എനിക്ക് ഖുർആനും അതുപോലെ ഒന്നും വഹി നൽകപ്പെട്ടിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഹദീസ് അള്ളാഹുവിന്റെ വഹിയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആളുകളോട് പറയുകയാണ്, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ഷൈ. ഷഹീദിന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവന് എല്ലാ തിന്മകളും പൊറുക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഉടനെ പറയുകയാണ്, ഇല്ല ദൈൻ, കടം ഒഴികെ, സാറനി ബിഹി ജിബ്രീലു ആനിഫ. ഇപ്പോൾ ജിബ്രീൽ എന്നോട് വന്ന് ഇത് പറഞ്ഞു തന്നു, ഇതുകൂടി പറയണം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന ഒരാൾ ചോദിക്കുകയാണ്, നബിയെ, ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്, ഏറ്റവും മോശം സ്ഥലം ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല, ജിബ്രീലിനോട് ചോദിക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ റബ്ബിനോട് ചോദിക്കട്ടെ. റബ്ബിനോട് ചോദിച്ചു. റബ്ബിന്റെ വഹയുമായി ജിബ്രീൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഭൂമിയിലെ മസ്ജിദുകളാണ്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഇടം അത് ചന്തകളാണ്, അങ്ങാടികളാണ്. പൂഴ്ത്തിവെപ്പും വഞ്ചനയും ചതിയും ഒക്കെ നടക്കുന്ന ആളുകളെ റബ്ബിന്റെ ദിക്റിൽ നിന്ന് പലപ്പോഴും ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന അങ്ങാടികൾ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ അത് തന്നെ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് മതി ഒരു മുഅ്മിനിന് തെളിവായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, നബിയിലേക്ക് എത്തുന്ന സനദ് സഹീഹാണോ, സ്വീകാര്യമാണോ എന്നറിഞ്ഞാൽ മതി, അത് തെളിവാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുള്ളത് സുന്നത്തിലാണ്. ഖുർആനിൽ സൂചനകൾ മാത്രം വന്നിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ട്. നിസ്കാരം, അതിന്റെ റക്അത്തുകൾ എവിടെ ഖുർആനിൽ? എവിടെ ഖുർആനിൽ? ഹദീസിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ സകാത്തിന്റെ വിശദാംശങ്ങൾ, എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം, ആരൊക്കെ കൊടുക്കണം, എല്ലാവരും കൊടുക്കണോ? ഖുർആൻ ആതു സക്കാ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലാണ് അതിന്റെ വിശദീകരണം വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. മാത്രമല്ല പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അവന്റെ ഖുർആൻ സംരക്ഷിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു.
സുന്നത്തും മഹ്ഫൂദാണ്. ഖുർആൻ മഹ്ഫൂദാണെന്നതുപോലെ സുന്നത്തും മഹ്ഫൂദാണ്. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ ഹദീസ് അല്ലാഹു സംരക്ഷിക്കും എന്നതിന് ഓതിയതായി കാണാം. ഈ ദിക്ർ നാമാണ് അവതരിപ്പിച്ചത്, നാം ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. കാരണം ഖുർആന്റെ വിശദീകരണമാണ്. ഈ ദീൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ദീനാണ്. ഈ ദീനിന്റെ പ്രധാനപ്പെട്ട തെളിവ് സുന്നത്തില്ലാതെ എങ്ങനെയാണ് ഈ ദീൻ നിലനിൽക്കുക? നോക്കൂ, അത്ഭുതകരമായി അല്ലാഹു റബ്ബുൽ ആലമീൻ അത് സംരക്ഷിക്കാൻ ഈ ദുനിയാവിൽ വ്യവസ്ഥ നിശ്ചയിച്ചത് നമുക്ക് കാണാം. ആകാശത്ത് അല്ലാഹു നക്ഷത്രങ്ങളെ നിശ്ചയിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ശരിയേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട സനദ് ശരിയായതേത് അല്ലാത്തത് എന്ന് വേർതിരിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച പണ്ഡിതന്മാരെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് ഭൂമിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ നക്ഷത്രങ്ങളായി അവരെ നിശ്ചയിച്ചു. അതുകൊണ്ട് സുന്നത്ത് മഹ്ഫൂദാണെന്ന് വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് പരിപൂർണമായി അംഗീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു ആശയക്കുഴപ്പത്തിന് യാതൊരു സ്ഥാനവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ബൈന റജുലുൻ യസൂഖു ബഖറ, ഒരിക്കൽ ഒരാൾ ഒരു പശുവിന്റെ പുറത്ത് കയറി അതിനെ അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്റകിബഹ ഫദറബഹ, അതിന്റെ മുകളിൽ കയറി അതിനെ അടിച്ചു. ഫഖാലത്, അപ്പോൾ പശു ഇയാളോട് പറഞ്ഞു, ഇന്ന ലം നുഖ്ലഖ് ലിഹാദ, ഇതിനു വേണ്ടിയല്ല അള്ളാഹു ഞങ്ങളെ പടച്ചത്, ഇതിനു വേണ്ടിയല്ല റബ്ബ് ഞങ്ങളെ പടച്ചത്. ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം, സംസാരിക്കുന്ന പശുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദ അന വഅബൂബക്കർ വഉമർ, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശ്വാസത്തിൽ അത്രയും ഉറപ്പുണ്ട്. ഇസ്റാ മിഅ്റാജിന്റെ കഥ, മുശ്രിക്കുകൾ അതിനെ പരിഹസിച്ചത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംശയവുമില്ലാതെ അതിൽ വിശ്വസിച്ചത്. ഇങ്ങനെയാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൂ, റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറയുന്നത് കാണാം, ഞങ്ങളുടെ കച്ചവടത്തിന്റെ ഇടപാടുകളിൽ ഞങ്ങൾക്ക് പല ഉപകാരങ്ങളും തോന്നിയിരുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിലക്കി. നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അംരിൻ കാന ലനാ നാഫിഅൻ, ഞങ്ങൾക്ക് ചില ഉപകാരങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിലക്കി. വതവാഇയത്തുല്ലാഹി വറസൂലിഹി അൻഫഉ ലനാ, എന്നാൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും ഉപകാരം ഉള്ളത്. നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യം എന്താണ്? അല്ലാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നതാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ചില ആളുകൾ, അദ്ദേഹം ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഇതിൽ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തറാനി ഫി കനീസ, സുബ്ഹാനല്ലാഹ്, നീ എന്നെ എവിടെയാണ് കാണുന്നത്? ഞാനൊരു ക്രിസ്ത്യൻ ചർച്ചിലാണോ നിൽക്കുന്നത്? തറാനി ഫി ബിഅ, ഞാൻ ഈ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ദേവാലയത്തിലാണോ നിൽക്കുന്നത്? തറ അല വസതി സുന്നാറ, ക്രിസ്തീയ പാതിരിമാർ അവരുടെ അരയിൽ കെട്ടുന്ന ഒരു ബെൽറ്റ്, ഇത് കെട്ടിയതായി നീ എന്നെ കാണുന്നുണ്ടോ? ഞാനെന്തൊരു കത്തനാരാണോ? യഹൂദിയോ നസ്രാനിയോ അവരുടെ പുരോഹിതനാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിര് പറയാൻ, അഖൂലു ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ വഅൻത തഖൂലു ലി മാ തഖൂലു അൻത, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിധി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് നീ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരിൽ ഉള്ള പ്രതികരണങ്ങളെ വളരെ വളരെ ഗൗരവത്തിലായിരുന്നു കണ്ടിരുന്നത്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ അബൂ മുആവിയ അദ്ദരീർ റഹിമഹുല്ലാഹ് എന്നു പേരുള്ള മുഹദ്ദിസുകളിൽ വളരെ പ്രസിദ്ധനായ ആളാണ്. അദ്ദേഹം ഒരിക്കൽ ഖുറൈശികളായ പലരും ഇരിക്കുന്ന ഒരു മജ്ലിസിൽ, അവിടെ ഖലീഫയായ ഹാറൂൻ റഷീദിന്റെ മജ്ലിസാണ്, അവിടെ അബൂ മുആവിയ അദ്ദരീർ
റഹിമഹുല്ല അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആദം നബിയും മൂസാ നബിയും കണ്ടുമുട്ടി എന്ന് പറഞ്ഞ ഹദീസ്. ആദം നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി ചോദിച്ചു, നിങ്ങൾ കാരണത്താലാണല്ലോ ഞങ്ങൾ സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടു. ആദം അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, തൗറാത്ത് ലഭിച്ച മൂസായല്ലേ, തൗറാത്തിൽ ഈ കാര്യം വന്നിട്ടില്ലേ? ഞാൻ ജനിക്കുന്നതിന്, അതെന്നെ അള്ളാഹു പടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമാണ്. അതിന് എന്നെ എന്തിനാണ് കുറ്റം പറയുന്നത്? അപ്പൊ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയാൽ ഒരു മുസീബത്ത് സംഭവിച്ചാൽ അത് പിന്നെ ആളുകളുടെ പേരിൽ ചേർത്തി പറയുന്നത് അതിൽ കാര്യമില്ല. ജനങ്ങൾ സ്വർഗത്തിൽ നിന്ന് മനുഷ്യർ പുറത്തായിരുന്ന ഒരു മുസീബത്താണ്. അതിന് അള്ളാഹുവിന്റെ വിധിയായാണ് അത് സംഭവിച്ചത്. അത് നബി അലൈഹിസ്സലാം അവിടുത്തെ തെറ്റിനെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ടില്ല. അതല്ല എങ്കിൽ നോക്കൂ, മറ്റൊരു വിശദീകരണം വന്നിട്ടുള്ളതുപോലെ ഒരാൾ തൗബ ചെയ്ത തിന്മ അതുകൊണ്ട് ആളുകൾ ആക്ഷേപിച്ചാൽ റബ്ബിന്റെ വിധി അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു കാലം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ തകരാറില്ല. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ ഒരിക്കലും റബ്ബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുക പാടില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും കണ്ടുമുട്ടി എന്ന്. അള്ളാഹു നിശ്ചയിച്ചതുപോലെ അവർ കണ്ടുമുട്ടാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അവരുടെ മരണശേഷം. അതുപോലെ അവർ കണ്ടുമുട്ടി, അവരുടെ റൂഹുകൾക്ക് തമ്മിൽ കണ്ടുമുട്ടിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഹദീസ് വന്നപ്പോൾ അവിടെ സദസ്സിലിരിക്കുന്ന, ഖലീഫയുടെ മജ്ലിസിലിരിക്കുന്ന ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് ചോദിച്ചു, ഐന ലഖിയ ആദം മൂസ, എവിടുന്ന് ആദം നബി മൂസാ നബിയെ കണ്ടത് എന്നൊരു എതിർപ്പിന്റെ സ്വരം ഒരാൾ ഉയർത്തി. ഫഗദിബ റഷീദ്, ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ആ സമയത്ത് അങ്ങേറ്റം കോപിച്ചു. അദ്ദേഹം പറഞ്ഞു, അന്നത്അസ്സൈഫ്, വാളെടുക്കൂ, സിന്ദീഖുൻ വല്ലാഹ് യത്അനു ഫി ഹദീസ് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുത്തിപ്പറയുന്ന, അതിനെ നിഷേധിക്കുന്ന സിന്ദീഖാണ് ഇയാൾ, മതത്തിൽ നിന്ന് പുറത്തുപോയ ആളാണ് എന്ന് നോക്കൂ. ആര് പറയുകയാണ്? ഖലീഫ ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. എന്തുണ്ടായി? അബൂ മുആവിയ അദ്ദരീർ റഹിമഹുല്ലാഹ് ഖലീഫയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കാനത് മിൻഹു ബാദിറ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ്. വലം യഫ്ഹം യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, ആൾക്ക് മനസ്സിലാകാതെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഖലീഫയെ അബൂ മുആവിയ അദ്ദരീർ റഹിമഹുല്ലാഹ് സമാധാനിപ്പിച്ചു എന്നാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേട്ടാൽ അത് വിശ്വസിക്കുകയല്ലാതെ ഇങ്ങനെയുള്ള വാദങ്ങൾ പറയുക പാടില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ളത്. അവസാന കാലത്ത് അങ്ങനെ പലരും വരും, അവനവന്റെ സോഫയിൽ ചാരിയിരുന്ന് എന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അവൻ പറയും, ഖുർആൻ സ്വീകരിച്ചോളൂ, അതിൽ ഹലാലായി വന്നത് ഹലാൽ, അതിൽ ഹറാമായി വന്നത് ഹറാം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ തള്ളുന്നവർ വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. പല ന്യായങ്ങൾ അതിന് പറയും, ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ശാസ്ത്രത്തിന് യോജിക്കുന്നില്ല, അതുപോലെ ഇത് ഖുർആനിനെതിരാണ് എന്നിങ്ങനെ. നോക്കൂ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ പറയുന്നത് കാണാം. ഖുർആൻ എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്താണെന്ന് ഒരു മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിൽ ഹദീസ് നിഷേധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ വേഗം പിന്നീട് ദീനിനെ തന്നെ നിഷേധിക്കുന്നതിലേക്ക് ആളുകൾ പോകുന്നത് കാണാം. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അതിന് പരിധിയുണ്ട്. കണ്ണുകൾക്ക് പരിധിയുണ്ട് എന്നതുപോലെ, കാതുകൾക്ക് പരിധിയുണ്ട് എന്നതുപോലെ ബുദ്ധിക്ക് പരിധിയുണ്ട്. അതിലപ്പുറത്തുള്ളത്, കണ്ണിന് ഒരു പരിധി, അതിലപ്പുറത്തുള്ളത് കാണാൻ കഴിയില്ല എന്നതുപോലെ, കാതിന് ഒരു പരിധിക്കപ്പുറത്തുള്ളത് കേൾക്കാൻ കഴിയുകയില്ല എന്നതുപോലെ, ബുദ്ധിക്ക് ഒരു പരിധിക്കപ്പുറത്തുള്ളത് ഉൾക്കൊള്ളുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹയിനാൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഈ ദീൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതതുപോലെ വിശ്വസിക്കുക. അതല്ലാതെ അതിനെ നിഷേധിക്കാൻ നീ ശ്രമിച്ചാൽ
അതിനപ്പുറത്തേക്ക് നീ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നീയാണ് പിഴച്ചു പോവുക. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു കാര്യവും ഒരൊറ്റ കാര്യവും നേരായ ബുദ്ധിക്ക് എതിരാവുകയില്ല. നേരായ ബുദ്ധിയാണോ അതിനെന്താവുകയില്ല, ദീനിൻ്റെ പ്രമാണങ്ങൾ എതിരാവുകയില്ല. നിനക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലുണ്ടാകും, ഖുർആനും സുന്നത്തിലും ഉണ്ടാകും, ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. പക്ഷെ ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കാത്തൊരു കാര്യം ഖുർആനും സുന്നത്തിലും ഉണ്ടാവുകയില്ല. എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നു. ചില ആളുകൾ പറയും ഇത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒന്നുകിൽ അവൻ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവൻ നിഷേധിക്കാൻ ശ്രമിക്കുന്ന ഹദീസ് അവന് ശരിക്കും മനസ്സിലായിട്ടില്ല. അതല്ല എങ്കിൽ നോക്കൂ, ആ ഹദീസ് അവൻ മനസ്സിലാക്കിയത് തെറ്റാണ്. അതല്ല എങ്കിൽ അവൻ ഹദീസാണെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസായിരിക്കുകയില്ല, നബിയിലേക്ക് സഹീഹായ സനദോടെ വന്നതായിരിക്കുകയില്ല. എന്നാൽ സഹീഹായ സനദോടെ വന്നത് ഒരിക്കലും സരീഹായ അഖലിനോട്, നേരായ ബുദ്ധിയോട് എതിരാവുകയില്ല. അങ്ങനെ തോന്നുന്നെങ്കിൽ തകരാറ് ബുദ്ധിക്കാണ്, കേടുവന്നത് അവന്റെ ബുദ്ധിയാണ്. അവനത് പരിഹരിക്കാൻ ശ്രമിക്കട്ടെ, അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്യട്ടെ, പഠിക്കട്ടെ. മുൻഗാമികൾ എന്താണ് ഈ ഹദീസിനെ കുറിച്ച് വിശദീകരിച്ചത്, എന്താണ് പറഞ്ഞത് എന്നവൻ മനസ്സിലാക്കട്ടെ. അല്ലാതെ നിഷേധിക്കുകയല്ല ഒരിക്കലും ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്നിതാ ഈ രോഗം വളരെ വ്യാപകമായി മുസ്ലിം ഉമ്മത്തിനിടയിൽ ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തള്ളിക്കളയുക എന്നത് അങ്ങേയറ്റം ഗൗരവപ്പെട്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ നോക്കൂ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞു, ലൗ കാന അദ്ദീനു ബിറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാഹ് വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. ദീൻ ഓരോരുത്തരുടെ ബുദ്ധിക്കും അവരുടെ വീക്ഷണത്തിനും അനുസരിച്ചായിരുന്നുവെങ്കിൽ ഖുഫയുടെ അടിയിലായിരുന്നു തടവേണ്ടിയിരുന്നത്. നമ്മൾ വുദൂടെ ഷൂസ് ധരിച്ചാൽ പിന്നീട് വുദൂ ചെയ്യുമ്പോൾ അത് അഴിച്ച് കാല് കഴുകണമെന്ന് നിർബന്ധമില്ല, മറിച്ച് അതിന് മുകളിൽ തടവുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നോക്കൂ, എന്നാൽ അതിന് മുകളിലാണ് തടവുന്നത്, താഴെയല്ല. ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും, എന്ത് അടിയിലല്ലേ പൊടിയും മറ്റും പുരണ്ടിട്ടുണ്ടാവുക, ചെളി പുരണ്ടിട്ടുണ്ടാവുക, പിന്നെ എന്താണ് മുകളിൽ തടവുന്നത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തടവാനാണ് പഠിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഒരാൾ കയ്യിൽ മണ്ണ് നനച്ച് ഇതിന്റെ അടിഭാഗം തടവിയാൽ എന്ത് സംഭവിക്കും? അത് കയ്യിനും മറ്റും ആ പൊടിയും മറ്റും പുരളുമെന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് യോജിക്കുന്നത്. പക്ഷെ ആളുകൾക്ക് ചിലർക്ക് അവരുടെ ബുദ്ധി വികാസം അത്രയേ ഉള്ളൂ എന്നതുകൊണ്ട് അങ്ങനെ തോന്നിയേക്കാം. പ്രിയമുള്ളവരെ, ദീനിനെ കുറിച്ച് അങ്ങനെ ഏത് സംശയമുണ്ടോ നമ്മളത് അത് പരിഹരിക്കാൻ ശറഅ് പഠിപ്പിച്ച വഴി ഉപയോഗിക്കും. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംശയമുണ്ടായാൽ അത് കൊണ്ട് നടക്കരുത്. നിന്നെപ്പോലെ ഉള്ള ആൾക്കത് കൈമാറരുത്. പല ആളുകളുമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാൻ, ഇതാ ഇങ്ങനെ ഒരു സംശയമുണ്ട്, ആരെങ്കിലും ഒന്ന് അറിയുന്നവർ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ ആളുകൾ പ്രചരിപ്പിക്കും. ഇങ്ങനൊരു ആശയക്കുഴപ്പം ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ആളുകൾ കൂടി കേൾക്കാനാണ് അത് ഇടവരിക. അങ്ങനെ ചെയ്യരുത് സഹോദരങ്ങളെ. ആശയക്കുഴപ്പങ്ങൾ അത് പരിഹരിക്കാൻ ശറഇൽ വഴി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വഴി, നിനക്കൊരാശയക്കുഴപ്പം ദീനിന്റെ പേരിൽ കുടുങ്ങിയിട്ടില്ലേ, അതുണ്ടാക്കാൻ വേണ്ടി നടക്കരുത്. അതുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോകരുത്. സലാമത്തു ലാ യുആദിലുഹാ ഷൈ. സലാമത്തിൽ ഇതൊന്നും കേൾക്കാതെ, വേണ്ടാത്ത സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒന്നും ഏൽക്കാതെയാണ് ഒരുത്തൻ ജീവിക്കുന്നത് എങ്കിൽ അതിനോളം പോന്ന മറ്റൊന്നുമില്ല. വലിയ അള്ളാഹിന്റെ നിഅമത്തിലാണ് നീ ഉള്ളത്. എന്നിട്ട് കണ്ട നിരീശ്വരവാദിയും കണ്ട ഹദീസ് നിഷേധിയും ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ശത്രുക്കളും ദീനിനെ പരിഹസിക്കുന്ന അവന്റെ വാക്കുകൾ കേൾക്കാൻ പോകരുത്, തിരിഞ്ഞു നോക്കരുത്. സഹോദര, ജീവിതം വളരെ ചുരുക്ക സമയം മാത്രമേ, പ്രത്യേകിച്ച് ഇക്കാലത്ത് സമയത്തിന്റെ ബറക്കത്ത് അങ്ങേയറ്റം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിവേഗം കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കാണുന്നില്ലേ കുട്ടികൾ എത്ര പെട്ടെന്നാണ് അവർ വലുതാകുന്നത്. ഇന്നലെ വരെ ചുറുചുറുക്കുണ്ടായിരുന്ന എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് നമ്മൾ കാണുമ്പോൾ പ്രായത്തിന്റെ ക്ഷീണം അവരുടെ മുഖത്ത് കാണുന്നത്. ചുളിവുകൾ, മുടിയിലും താടിയിലും നരകൾ,
ഇന്നലെ വരെ നമ്മൾ കണ്ടിട്ടില്ല. എത്ര ആളുകൾ നമ്മുടെ മുന്നിൽ മരിച്ചുപോയി. കുറച്ചു കാലമേ നമ്മുടെ ജീവിതമുള്ളൂ. ഇതിനിടയിൽ നീ ഖൈർ പഠിക്കാൻ ശ്രമിക്കൂ സഹോദര, ഹിദായത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കൂ. അള്ളാഹുവിന്റെ കിതാബിൽ നീ എന്താണ് പഠിച്ചത്? എത്ര ആയത്തറിയാം? പോകട്ടെ, ഖുർആൻ നോക്കിയ ഓതാൻ മര്യാദക്കറിയാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരിക്ക് അറബി ഭാഷയിലെ ഹർഫുകൾ ഉച്ചരിക്കാൻ അറിയാത്ത ആളുകൾ, തജ്വീദിന്റെ ആഴത്തിലുള്ള നിയമങ്ങൾ അവിടെ നിൽക്കട്ടെ, ഹർഫ് വൃത്തിക്ക് ഉച്ചരിക്കാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്. ദുആ ദിക്റുകൾ, ഈ ലോകത്തെയും പരലോകത്തെയും നമ്മുടെ രക്ഷക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ദിക്റുകൾ അറിയാത്ത എത്ര ആളുകളുണ്ട്. അവനവന്റെ കുട്ടിക്ക് ഒന്ന് സുഖമില്ലാതായാലും ഒന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പോലും അറിയാത്ത എത്ര ആളുകളുണ്ട്. ഇതെങ്ങനെ പ്രയാസം, ഇത് എന്തെങ്കിലും ദുആ ഉണ്ടോ? എത്ര പുസ്തകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദുആകൾ ക്രോഡീകരിക്കപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര പേരത് പഠിച്ചു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മനഃപ്പാടമാക്കാനോ അല്ലെങ്കിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വുദൂഉമായി ബന്ധപ്പെട്ട് വിധിവിലക്കുകൾ, അതിന്റെ ഷർത്തുകൾ, ഫർദുകൾ, മുറിയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വൃത്തിക്ക് ഒരു വ്യവസ്ഥാപിതമായി അതിനൊരു നേരം നമ്മിൽ എത്ര പേർ ചെലവഴിക്കുന്നുണ്ട്. എന്നിട്ടാണോ സഹോദരങ്ങളെ ഈ നമ്മുടെ ദീൻ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ഇതൊക്കെ കേൾക്കാൻ പോകുന്നത്? നമുക്കറിയാം ഒരുത്തൻ അവൻ ബാത്തിലിന്റെ ആളാണ് എന്ന് മനസ്സിലായാൽ പിന്നെ നീ അവന് പിന്നാലെ പോകരുത്. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അവന് മറുപടി പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള അറിവുള്ള മറുപടി പറയേണ്ടവനാണവൻ. മറുപടി പറയാൻ മാത്രം അവന് അർഹതയുണ്ട്, അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിവുള്ള ആളുകൾ അതിന് മറുപടി പറയാൻ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. എന്നാൽ ഒരുപാട് ബാക്കിയുള്ള ജോലികളിലും മറ്റും മുഴുകുന്ന ആളുകൾ, ദീൻ അവനവന് വേണ്ടത് തന്നെ പഠിക്കാൻ സമയമില്ലാത്തവർ, ഇങ്ങനെയുള്ള പിഴച്ച കക്ഷികളുടെ വാദങ്ങൾ കേൾക്കാനും കാണാനും നിൽക്കരുത് സഹോദരങ്ങൾ. കാണുന്നതെല്ലാം, ഫോണിൽ വരുന്നതെല്ലാം കാണാനും ഷെയർ ചെയ്യാനും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. വലിയ അപകടം നമ്മുടെ ദീനിലുണ്ടാവും. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഇത് ഉപേക്ഷിക്കരുത് എന്ന് ഞാൻ വസിയത്തായി പറയട്ടെ. എത്രയോ ആളുകളോട് ഇത് എത്ര തവണ പറഞ്ഞാലും ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. പിന്നെയും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നിനക്ക് അൽഹംദുലില്ലാഹ്, എൻ്റെ ദീനിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന അവസ്ഥയിലാണ്, ഒരാശയക്കുഴപ്പവുമില്ലാത്ത അവസ്ഥയിലാണ് റബ്ബ് നിനക്ക് ജീവിക്കാൻ തൗഫീഖ് തന്നതെങ്കിൽ ഈ നല്ല ഹാല് നീ കൊണ്ടുപോയി നശിപ്പിക്കല്ലേ. അള്ളാഹുവിനോട് ദുആ ചെയ്യൂ, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, നന്നായി ദീൻ ആവശ്യമുള്ളത് പഠിക്കൂ. ഇതാണ് സലാമത്തിലുള്ള ഒരാൾ ചെയ്യേണ്ടത്. ഇനി അതല്ല, സന്ദർഭവശാൽ അങ്ങനെ വല്ല ആശയക്കുഴപ്പവും നിനക്ക് വന്നു കുടുങ്ങിയോ, അവിടെയും ശറഇന്റെ വഴിയുണ്ട് ഇത് പരിഹരിക്കാൻ. നീ മനസ്സിലാക്കി ഇത് ബാത്തിലാണ്, 1 1 2 എങ്കിൽ 1 1 3 ഒരുത്തം പറഞ്ഞാൽ അത് തെറ്റായ തീരൂ. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ദലാലത്തല്ലാതെ, വഴികേടല്ലാതെ പിന്നെ എന്താണുള്ളത് എന്നാണ് റബ്ബ് ചോദിച്ചത്. അത് ബാത്തിലായേ പറ്റൂ. മാത്രമല്ല ദീനിന് ഇതിൽ മറുപടി ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക. നിനക്കത് അറിഞ്ഞില്ല, മനസ്സിലായില്ല എന്നതുകൊണ്ട് ദീനിൽ ഇതിന് മറുപടിയില്ല എന്ന് നീ വിചാരിക്കരുത്. അതുപോലെ ഇത് നിന്നെ പോലെയോ അല്ലെങ്കിൽ നിന്നെക്കാൾ നിലവാരം കുറഞ്ഞ ആളുകൾക്കിടയിലോ ഇത് കൊണ്ടുപോയി പ്രചരിപ്പിക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലല്ല ചോദിക്കേണ്ടത്. മറിച്ച് നീ അറിവുള്ള ആളുകളോട് പോയി ഇത് ചോദിച്ച് മറുപടി പറയാൻ പ്രാപ്തരാണെന്ന് തോന്നുന്ന ആളുകളുടെ അരികിൽ പോയി ഇത് ചോദിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, അങ്ങനെ വല്ലതും മനസ്സിൽ കുടുങ്ങിയോ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും, അവനിൽ അവലംബിക്കുക. അള്ളാഹു നിനക്ക് ആ വന്ന ആശയക്കുഴപ്പത്തിനു പകരം പ്രകാശപൂരിതമായ ഹൃദയം, ഈമാനിൽ അങ്ങേയറ്റത്തെ ഉറപ്പും സമാധാനവും അള്ളാഹു നൽകിയേക്കും. അള്ളാഹുൽ അവലംബിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. മഹാന്മാരായ പണ്ഡിത ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന് ദീനിൽ എന്തെങ്കിലും മസ്അല മനസ്സിലാകാതായാൽ സുജൂദിൽ കിടന്ന് ധാരാളം തവണ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി പാപമോചനം തേടി അത് മനസ്സിലാക്കി തരാൻ പ്രാർത്ഥിച്ചത്. നോക്കൂ നിങ്ങൾ, മസ്അലകളാണ്. ദീനിന്റെ മസ്അലകൾ മനസ്സിലാകാതെ വന്നാൽ പാപമോചനം തേടുന്നു. കാരണം എൻ്റെ എന്തെങ്കിലും തെറ്റുകൾ കാരണത്താലായിരിക്കുമോ എനിക്കിത് തിരിയാതെ പോകുന്ന തിന്മകൾ നമ്മുടെ ബുദ്ധിക്ക് പ്രശ്നമുണ്ടാക്കും, ഫഹ്മിന്, ദീൻ മനസ്സിലാക്കാനുള്ള ശേഷിക്ക് പ്രശ്നമുണ്ടാക്കും. അതോട് ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിൽ അവലംബിക്കുക. ഇങ്ങനെ നോക്കൂ, പരിഹരിക്കാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇതാ ഇങ്ങനെയാണ്. അതിൽ യഥാർത്ഥ ബുദ്ധിക്ക് യോജിക്കാത്ത യാതൊന്നുമില്ല. അതുപോലെ ശരിയായ ശാസ്ത്രത്തിന് യോജിക്കാത്ത ഒന്നുമില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അവന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യമാണ്. അത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് സയൻസ് ഏറ്റവും വലുത്. കണ്ടോ, ശാസ്ത്രം അങ്ങനെ ഒരു മുസ്ലിയാർ ഇറങ്ങിയിട്ട്
ശാസ്ത്രത്തിൽ നിന്ന് ഏതോ തെളിവ് പറയാം, മൊയ്തീൻ ഷേഖിനെ വിളിക്കാൻ. മൊയ്തീൻ ഷേഖ് വിളിച്ചാൽ കേൾക്കും എന്ന് ഏതോ സയൻസിലെ വായിൽ കൊള്ളാത്ത ഏതൊരു തത്വം പറയുന്നുണ്ട് അത്രേ. സുബ്ഹാന, ഇതുപോലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുക, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇത് കേട്ടു എന്ന് സങ്കല്പിച്ചാലും ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ഈ ചെയ്ത ഷിർക്കിനെ അവർ നാളെ പരലോകത്ത് നിഷേധിക്കും. അള്ളാഹു പറയുക, നീ ഏത് സയൻസിലെ തത്വമാണ് ഇതിനെതിരെ കൊണ്ടുവരുന്നത്? സയൻസ് പറഞ്ഞാൽ ആളുകൾ വലിയ സ്വീകരിക്കും, എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ സയൻസോ മൊയ്തീൻ ഷേഖ് കേൾക്കാൻ ഏതോ തത്വം തെളിവാണത്രേ. ബിംബങ്ങൾ കേൾക്കാനും ഈ തത്വം തെളിവാക്കിക്കോ. ഇതേ തത്വം ബിംബങ്ങൾ ആരാധിക്കുന്നവർക്കും തെളിവാക്കാലോ. കാരണം അത് ദൂരെയുള്ള ഒരാൾക്ക് കേൾക്കുകയില്ല എന്നത് സയൻസിലെ ഒരു തത്വമാണ്. അത് ചിലപ്പോൾ മാറാം. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മൊയ്തീൻ ഷേഖിനെ ഇപ്പം വിളിച്ചാൽ കേൾക്കും, ബിംബങ്ങളെ വിളിച്ചാലും കേൾക്കുമല്ലോ, അത് മാറാലോ. നോക്കൂ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിൽ ആർക്കും എന്തും പറയാം. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പലരും തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ വരെ ഇത്തരക്കാരുടെ പ്രസംഗം കേൾക്കാത്ത ഒരു നിരീശ്വരവാദിക്ക് മറുപടി പറയുന്നുണ്ട്. ഇസ്ലാം പൊളിച്ചിട്ട് പിന്നെ ഏത് നിരീശ്വരവാദത്തിനാണ് ഒരു മറുപടി പറയുന്നത്? ഇസ്ലാം ബാക്കി വേണ്ടേ? ഇങ്ങനെയുള്ള ബിദ്അത്തിന്റെ ശിർക്കിന്റെ കക്ഷികളാണ് നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ പോകാൻ ഏറ്റവും വലിയ കാരണം. യഥാർത്ഥ ദീൻ ജനങ്ങൾ പഠിപ്പിക്കാതെ എന്തോ മറ്റുള്ള മതസ്ഥർ അവർ ജനിച്ച ദീനിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും മുസ്ലിങ്ങളും. നിങ്ങൾക്ക് നിങ്ങളുടെ ആഘോഷം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഘോഷം, നിങ്ങൾ വർഷം അതാഘോഷിക്കും, ഞങ്ങൾ ഇതാഘോഷിക്കും. ഇങ്ങനെ ദീൻ മനസ്സിലാക്കുന്ന, ദീനിൽ ഒരു വിവരവുമില്ലാത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവന്നത് ഈ മുസ്ലിയാക്കന്മാരാണ്. എന്നിട്ട് അവർ നിരീശ്വരവാദികൾക്ക് മറുപടി പറയണം. ശിർക്ക് പറയുന്നവൻ അവൻ ഏത് ഇസ്ലാമിനാണ് പ്രതിരോധിക്കുന്നത്? എന്ത് ഇസ്ലാമാണ് അവന്റെ കയ്യിലുള്ളത്? ഫാഖദു ശൈഇ ലാ യുഅ്തീഹ്, കയ്യിലില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കുക. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്നാൽ അത് ശാസ്ത്രത്തിന് അനുകൂലമായാൽ അതാണ് അവന് വലിയ കാര്യം. അവന്റെ സംസാരത്തിൽ ശാസ്ത്രം തെറ്റാത്ത ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അത് ശാസ്ത്രത്തിന് യോജിച്ചാൽ മാത്രം ശരിയാകുന്നത് പോലെ പറയാതെ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നിപ്പോകും. അല്ല പ്രിയമുള്ളവരെ, സയൻസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനനുസരിച്ച് സയൻസ് പറഞ്ഞാൽ സയൻസിന് കൊള്ളാം. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കളക്കാൻ ഒരു ശാസ്ത്രജ്ഞന്റെ വാക്കും മുസ്ലിമീങ്ങൾക്ക് വേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടാണ് സകലരുടെയും വാക്കിനെ നമ്മൾ അളക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു ഖുർആനിൽ പറയാൻ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത്, അമൽ പൊളിഞ്ഞു പോകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നബിയുടെ സ്വരത്തിനുമേൽ സ്വരമുയർത്തിയാൽ അമൽ പൊളിഞ്ഞു പോകുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയങ്ങൾക്കുമേൽ ആരൊക്കെ ഉണ്ടാക്കിയ തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ടുവരുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുകളിൽ ഒരു പടപ്പിന്റെ വാക്കും തെളിവാവുകയില്ല. നോക്കൂ, എത്രത്തോളം നമ്മുടെ അനുഭവങ്ങൾ അതിനെതിരായാൽ പോലും. പക്ഷെ നമ്മുടെ അനുഭവം, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ, നബി ഒരു കാര്യത്തിൽ ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരാൾ ആ മരുന്ന് കഴിച്ചു, അയാൾക്ക് ഷിഫ ആവുന്നില്ല, എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെറ്റിയോ? അല്ല, ഏതൊരു മരുന്നും അത് ഷിഫ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അത് ഷിഫ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഏതൊരു മരുന്നാകട്ടെ അത് ഫലിക്കാൻ ചില ഘടകങ്ങളുണ്ട്. അതിന് തടസ്സമാകുന്ന കാര്യമുണ്ടാകാൻ പാടില്ല. ശരീരം അത് സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഫ എന്ന് പറഞ്ഞു, അതിൽ ഷിഫ ഉണ്ട്. ഒരാൾ തേനിൽ ഷിഫ ഉണ്ടെന്നും പരിശുദ്ധ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ തന്റെ സഹോദരന്റെ വയറിളക്കവുമായി അത് ആ പരാതി പറഞ്ഞു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസല, അവൻ തേൻ കൊടുക്കൂ. തേൻ കൊടുത്ത അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഖിഹി അസല, തേൻ കൊടുക്കൂ. അങ്ങനെ 3 or 4 തവണ ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ തവണ പറഞ്ഞു, സദഖല്ലാഹ് വകദബ ബത്നു അഖീക്, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവ് പറഞ്ഞിരിക്കുന്നു.
വീണ്ടും തേൻ കൊടുക്കാൻ പറഞ്ഞു. തേൻ കൊടുത്തു, സുഖമായി, സുഖപ്പെട്ടു. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ എതിരായാൽ പോലും നമ്മുടെ മനസ്സിലാക്കൽ, നമ്മുടെ ധാരണ, അതിലാണ് പിശകുകൾ പറ്റുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കലും സഹോദരങ്ങളെ തെറ്റുകയില്ല. അള്ളാഹു പറഞ്ഞ ഒരായത്ത് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك رب തന്നെയാണ് സത്യം. لا يؤمنون അവർ ഈമാനുള്ളവരാവുകയില്ല. حتى يحكموك فيما شجر بينهم അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യത്തിൽ ഓ നബിയെ അങ്ങേ അവർ വിധികർത്താവാക്കിയാലല്ലാതെ നബിയെ അങ്ങയുടെ വിധി അവർ സ്വീകരിക്കണം. ثم لا يجدوا في أنفسهم حرجا مما قضيت എന്നിട്ട് നബിയെ താങ്കൾ വിധി പറഞ്ഞതിൽ അവരുടെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ പൂർണ്ണ മനസ്സോടെ അവരതിന് കീഴൊതുങ്ങണം. എന്നാൽ അവർ മുഅ്മിനുകളാകൂ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസ് നിഷേധികളുടേതോ അതുപോലുള്ള പിഴച്ച കക്ഷികളുടേതോ ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകരുത്. കിതാബും സുന്നത്തും നമ്മുടെ തെളിവാണ്. അത് മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ. ഈ വരുന്ന വഴികേടുകൾ, നമുക്ക് ചുറ്റുമുള്ള വഴികേടുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തറക്തുക്കും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുവെളുത്ത ഒരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ ആ വഴിയിൽ നിന്ന് എനിക്ക് ശേഷം തെറ്റിപ്പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വഴി, സഹാബത്തിന്റെ മാർഗം, ഈ ഉമ്മത്തിലെ സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല മുൻഗാമികൾ, സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന ആളുകൾ, അവർ എങ്ങനെ ഈ ദീൻ മനസ്സിലാക്കിയോ, എങ്ങനെ അവർ ഖുർആൻ സ്വീകരിച്ചോ, എങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സ്വീകരിച്ചോ, അതുപോലെ സ്വീകരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സലഫിന്റെ മനഹജ് അനുസരിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لحينا وميتنا شاهدنا وغائبنا صغيرنا وكبيرنا وذكرنا وأنثانا. اللهم إنا نسألك العفو والعافية. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. صلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. That
നമ്മുടെ ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതില് ഫസ്റ്റ് സെക്കൻഡ് ഉണ്ടാവും. അതിലൊരു പ്രൈസും ഉണ്ട്. അത് ആളുകൾക്ക് വെച്ചിട്ടുള്ളൂ. ചോദിക്കാം. അത് ചോദിച്ച ഒരാൾ ഇത്തരം കൈവക്ക അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു ഷഹാദത്തിന്റെ ശ്രദ്ധ അറിയിക്കുന്ന ആയത്ത് അതാ പറയാ പൈസ കൈയ്യ ഇതിൽ പറഞ്ഞു തരണം കേട്ടോ. അല്ല കേട്ടില്ല, ചോദ്യം കേട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഖുർആനിലെ ഒരു ആയത്ത് പറയില്ല. നിങ്ങളോട് ഒരാളുടെ തെറ്റേ പഠിത്താള് ഇന്നെടുത്ത ദർശനുള്ള ഉത്തരം ഇതവിടെ. ദർശനെടുത്ത ആയത്തെ ഉത്തരം പറയാം. നോക്കരുതട്ടാ, എനിക്കാർക്കും അറിയില്ലേ? ആര് പറഞ്ഞു കിട്ടും? ഞാൻ ഒരാളില്ല. ഇന്നത്തെ ക്ലാസ്സിൽ അല്ല ലാലല്ല ചില പറഞ്ഞ കറക്റ്റ് മതിയില്ല. ഉള്ളതണം നിങ്ങള് നോക്കിയില്ലേ? ആരുമില്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെ പരീക്ഷ ചോദിച്ചോളാം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തരുന്നില്ല. സംഘാടകരായിട്ട് തരുള്ളൂ. അല്ല അല്ല എന്ന് പറഞ്ഞ അല്ല ദർശനുണ്ട്. അടുത്ത ചോദ്യം ആഴ്ചയിലായിരുന്നു കിതാബിൽ നിന്ന് പറഞ്ഞ വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അടുത്ത ചോദ്യം ലാ ഇലാഹ, എല്ലാവരും കൈവയ്ക്കാല് പെട്ടെന്ന് കൈവയ്ക്കുക. എന്റെ കണ്ണിൽ ആദ്യം പെട്ടെന്നാണ് കേട്ടോ വിളിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ അറബിയിലുള്ള അർത്ഥം പറയുമ്പോ പറയണേ. ആളെ ചൂണ്ടിയാല് ഉത്തരം പറഞ്ഞു. സമ്മാനം എന്താണെന്ന് ഒരു പൊറോട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ റുക്നുകളായിരുന്നു. ഉത്തരം പറയുന്നത് കൈ വെക്കാൻ മതി. ലാ ഇലാഹ റുക്നായിരുന്നു.
രണ്ടെണ്ണമായി തീരുമാനമായി രണ്ടുണ്ട് 2 വയസ്സ്. ആ ശരി ആ അത് ശരി. ചലോ അപ്പോൾ റെഡിയാണ്. ഓക്കെ ആ രജിസ്ട്രേഷൻ ആ പേപ്പറിന് ഫുൾ ഫിൽ ചെയ്യാനല്ല. ജസാക്കല്ലാഹു ഖൈറൻ. ഇനി പാകെടുക്കാറോ ഇത് പ്രിപ്പയർ ആണ്ട് വന്നിട്ടല്ലേ